ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ആമിന ഇവിടെ ഇല്ലായിരുന്നു, ആമിനയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പോൾ നമ്മൾ പുതിയൊരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഗെയിം? ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രയാങ്കിൾ ആരാണ് മേക്ക് ചെയ്യുന്നത് അവരായിരിക്കും വിന്നർ. അപ്പം ഡോട്ട്സ് ഉണ്ട്, അത് വെച്ച് ത്രികോണം ഉണ്ടാക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഒരാൾക്ക് ഒരു ലൈനാണ് വരയ്ക്കാൻ പറ്റുക. ആഹാ, എന്താ ആലോചിക്കുന്നേ? ഏറ്റവും അവസാനം നമ്മളിത് ത്രികോണം ആക്കണമല്ലോ. അവസരം കിട്ടുക, അവസരത്തിന് വരെ വെയിറ്റ് ചെയ്യാം. എവിടെയെങ്കിലൊക്കെ വരാം, ഒരുപാട് കിടക്കില്ലേ? എല്ലാം നമ്മൾ അല്ലാതെ തന്നെ വരച്ചു കഴിഞ്ഞു, ഓരോ വരയായിട്ട്. ഇനിയാണ് കളി മുറുകാൻ പോകുന്നത്, ആര് ജയിക്കും എന്നുള്ളതാണ്. ആമിനായിട്ടൊക്കെ ഒരു ഗെയിം കളിച്ചിട്ട് എത്ര നാളായെന്നറിയാം. എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നു, പക്ഷേ അതെങ്ങനെ ത്രികോണമാകും? എന്തെങ്കിലുമൊക്കെ അവിടെ ഓക്കെ. അങ്ങനെ ആമിന ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ്. ഒരെണ്ണം ഞാൻ വിട്ടുകൊടുത്തതാണ്, ഉള്ള കാര്യം പറയല്ല, ഞാൻ വിട്ടുകൊടുത്തതാണ്, അല്ലാതെ ഞാൻ ചെയ്യില്ല. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബോക്സ് വരച്ച് കളിക്കുമല്ലോ, 4 പോയിന്റ് വെച്ച്. അതേ കണക്കായി പോയി. ഇടോ ഇന്നെങ്ങാണം കളിക്കും, ഒരു പോയിന്റ് ഞാനങ്ങ് തന്നില്ലേ. അതെ, നന്നായി. എവിടുന്ന് വരയ്ക്കൂ ഇത്? ഓക്കെ, ഇതൊന്നേ, എനിക്കൊന്നേ, 2 തെളിയില്ല, 3. ഇനി എവിടെങ്കിലും ഉച്ചമുണ്ടോ വരയ്ക്കാൻ വേണ്ടി? ഇട്ട് തരണോ അല്ലേ? കൊറേ കിട്ടുന്നേ. അടുത്ത എവിടാ? അതൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല, അവർക്ക് കണ്ടുപിടിക്കണം. ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇന്നെങ്ങനെ ഞാനൊന്നും കണ്ടുവച്ചില്ല. ഞാൻ അങ്ങനെ കാണാനാ? ഇയാളെ മുമ്പിലല്ലേ അത് കളിക്കണ്ടേ? ഇയാള് കളിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ വെപ്രാളപ്പെടാതിരിക്കാൻ പറ്റും. കാണുന്നില്ല, കളിക്ക് അടുത്ത കളി കളിക്ക്. ഓക്കെ, അടുത്ത ഇനി ഉണ്ടാവില്ലേ? സ്കെച്ച് തെളിയുന്നില്ല. അങ്ങനെ പ്രശ്നമേ നിലവിലുള്ള. ബുദ്ധിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പം എനിക്കില്ല. ഓക്കെ, സ്കെച്ച് ഇത്തിരി മോശമായി പോയി. സ്കെച്ച് ഞാൻ വിചാരിച്ച് തെളിയുമെന്ന്, കേട്ടോ, തെളിഞ്ഞില്ല. ഇപ്പൊ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ, എന്ത് ചെയ്യണമെന്ന്? ജയിച്ച് കഴിഞ്ഞു. ബുദ്ധി ഇല്ലെന്ന് എനിക്ക് മനസ്സിലായ കേട്ടോ. ഇതെങ്ങനെ അടുത്ത കളി കളിക്കുവോ? നോക്കട്ടോ. അല്ല,
കളിക്ക്. എന്നിത് ആലോചിച്ച് തീരെ നമ്മളൊക്കെ എന്തോരം ആലോചിക്കുന്നു. നമ്മളൊക്കെ ഇതെന്തോ ഒരു ചെസ് ബോർഡോ ഇത്ര ആലോചിക്കാൻ. ഇല്ല, എക്സാമിന് ഇരിക്കുന്നതൊക്കെ എന്നെ അങ്ങ് സൈഡിലാക്കിയേട്ടാ. പേപ്പർ മൊത്തം അങ്ങ് സ്വന്തമായി ഏട്ടാ. നമ്മളിനി നോക്കി എഴുതണം. ആ രീതിയിലേക്ക് മാറിയത്. എനിക്കിപ്പോ പ്രാക്ടീസ് ഒന്നുമില്ല. ഞാൻ എന്റെ ബുദ്ധിപരമായിട്ട് ത്രികോണം കണ്ടുപിടിക്കുന്നതിന് ട്രയാങ്കിൾ എന്റെ ബുദ്ധിപരമായിട്ടല്ലേ ഞാൻ കണ്ടുപിടിക്കുന്നത്. അല്ല, എനിക്കിത് നേരത്തെ കളിച്ച് പരിചയമൊന്നുമില്ല. എവിടെങ്കിലും ഒരു വരയങ്ങ് വരാ. അത് ഫുള്ള് എടുക്കാനല്ലേ. ഇപ്പൊ എന്തോ ചെയ്യും? കളിക്ക്. ഗെയിം കൊള്ളത്തില്ലട്ടാ. ട്രയാങ്കിൾ അല്ലേ? ഞാൻ പറയാം, ഇവിടെ 2 points ഉള്ളു. 3 points ആവുമ്പോ ട്രയാങ്കിൾ ആവുന്ന. ഫൗൾ 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 ഫൗൾ. Only 2 points. ഇല്ല, കളി ഫൗൾ പ്ലേ ഫൗൾ പ്ലേ. യു ആർ ഔട്ട്. എന്നാ ഇയാള് കളിച്ചു. അടുത്ത എനിക്ക് പോയിട്ട് ഞാൻ കളർ ഒന്ന് മാറ്റി വെക്കാം. അത് തെളിയുന്നില്ല. ഇവിടെ വരയ്ക്കും. അങ്ങനെ ചെയ്ത പോയിന്റ് ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അതിപ്പോ ബ്ലാക്കും റെഡും എന്റെ കയ്യിൽ മാത്രമല്ലേ ഉള്ളൂ. ഓ ഓക്കെ, എന്നാ ബ്ലാക്ക് വെച്ച് തന്നെ കളിക്കാം. ഇയാളെ കൊണ്ടുപോകും. ഇയാള് ഒരു പോയിന്റ് കട്ടായിട്ടുണ്ട് കേട്ടോ. ഒരു പോയിന്റ് കട്ടായി. 2 points ഉള്ള ട്രയാങ്കിൾ കേട്ടോ. ഭയങ്കര ബുദ്ധി കേട്ടോ. 2 points ഉള്ള ട്രയാങ്കിൾ. തെളിയാത്തൊരു പേനയും കാശുകൊടുത്ത് വല്ല പേനയും വാങ്ങിച്ചോണ്ട് ഗെയിമൊക്കെ സെറ്റ് ചെയ്യാനുള്ളൂ. എവിടെങ്കിലും ഒന്ന് കളിക്കൂ. നമ്മൾ ആലോചിച്ച് കേട്ടു. ഇയാളെപ്പോലെ മണ്ടം കളിയൊന്നും കളിക്കരുത്. കണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ഇപ്പൊ എനിക്കാ. സ്കെച്ചിന്റെ ചെറിയ പ്രശ്നങ്ങളാണ്. നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് വരയുടെ ഇയാള് എടുത്തോ. സ്കെച്ച് പോരാ. നല്ല അടിപൊളി സ്കെച്ചൊക്കെ ആയിട്ട് വരണ്ടേ. കഴിഞ്ഞ് വരയ്ക്ക്. ചെക്ക് ചെയ്യണ്ടേ? ഇന്നങ്ങാളെ ഇത് കഴിയുമോ? നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ചാലഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ബുദ്ധിയൊക്കെ ഞാനുള്ളപ്പോഴാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. വേറെ വീട്ടിൽ പോയി തന്നെ. എവിടെ വരയ്ക്കുന്നു? ഇന്നങ്ങാണോ ഒന്ന് വരയ്ക്കും. ഒക്കെ പേടിയാട്ടോ. ഒരു വര വരച്ചു കഴിഞ്ഞാൽ ബാക്കി കോളം മൊത്തം ഞാൻ കൊണ്ടുപോകുന്നുള്ള പേടിയാ. ഒന്ന് വരയ്ക്ക്. എനിക്ക് ടൈം വേണം. ഒരു വര വരയ്ക്കാൻ കണക്കെങ്ങാണ്ട് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ കണക്കാ. വരയ്ക്കടാ.
വരയ്ക്കുന്ന നല്ലോണം വരയ്ക്ക്. അടച്ചു വെക്കാം എന്നിട്ട്, എന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, മനസ്സിലായ കുട്ടിക്ക്? നല്ലോണം വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പോകുന്നു. കളർ വരെ എടുത്തോട്ടെ ഗൈസ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പം ഇത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്കൊന്ന് എണ്ണാം. ഓക്കെ, ഒന്നെണ്ണം. ഒന്ന് എണ്ണിയേക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഞാൻ പറഞ്ഞ കൂട്ടിയില്ലേ? 15 16 17 18 19 20 21 22 പോയിന്റ് എനിക്ക്. 1 2 3 4 5 6 7 8 22 ഞാനാ വരച്ചത്. 22. ഇതിപ്പോൾ ഞാൻ എൻ്റെ പണ്ട് ക്ലാസ്സിലുള്ള എക്സാമിൻ്റെ മാർക്ക് പോലെ ഇരിക്കുന്നു. അവളെ 8 ഏട്ടാ. അപ്പം ഈ ഗെയിമിൽ ഞാനാണ് ജയിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് സ്കെച്ച് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ സ്കെച്ച് മോശമായി. അത് നമുക്ക് പിന്നെ പരിഹരിക്കാം. അതാകുമ്പോ ഇപ്പൊ ഐഡിയ കിട്ടി ഏട്ടാ, എങ്ങനെയാ വരയ്ക്കേണ്ടതെന്നുള്ള എനിക്കിതല്ലേ ജോലി. പിന്നെ എനിക്കതല്ലേ ജോലി. അപ്പൊ ഇന്നത്തെ ഗെയിമിൽ ഞാനാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ ആമിന, ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്നെ തോൽപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം ഞാൻ വിനിയോഗിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.